മീഷോന്ന് മേടിച്ച് അൺബോക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രസ്സിന്റെയൊക്കെ റിവ്യൂസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ട്ടോ. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. എന്നെ ഇഷ്ടമുള്ള എൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഫുള്ള് കാണണം. വേറെ ഒന്നുമല്ല, കുറച്ച് കഴിവ് കൂടിയ ആൾക്കാരുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ട്ടോ. ആൾക്കാരുടെ അല്ല, സോറി, സിംഗുലർ ആണ്, പ്ലൂറൽ. മെയിനായിട്ടും നിങ്ങളൊരു ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് ക്രിയേറ്റേഴ്സിനെ നമുക്ക് കാണാം എന്ന് വെച്ചിട്ട് നമ്മൾ അവരുടെ വീഡിയോസ് കാണാറുണ്ട്, അവരുടെ വീഡിയോസ് ചിലപ്പം ഇൻസ്പയർ ചെയ്ത് ചെയ്യാറുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു തെറ്റല്ല. ഞാനും ചെയ്യാറുണ്ട്. പക്ഷെ അത് അവരുടെ ഒരു സിഗ്നേച്ചർ പതിഞ്ഞൊരു വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട്, ഇൻസ്പയർഡ് ബൈ ഇന്ന ആളാരാണോ ആളുടെ പേര്. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റൈലിൽ പുതിയൊരു രീതിയിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അന്തസ്. പ്രോഡക്ട്സ് ചിലപ്പോൾ സെയിം ആണെങ്കിലും അവർക്കൊരു സ്റ്റൈൽ ഉണ്ടാവും. നമ്മുടെ എന്താ പറയുക, ഡ്രസ്സ് കാണിക്കുന്നതിലും അൺബോക്സ് ചെയ്യുന്നതിലും അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നതിലും പെക്യുലാരിറ്റീസ് പറയുന്നതിലും ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാവുന്നതാണ്. അതില്ലാത്തതൊന്നും അല്ല. ആലോചിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുന്ന തന്നെയാണ്. സോ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും. അല്ലാണ്ട് ബാക്കിയുള്ളവൻ എന്താണ് ചെയ്യുന്നത് അത് നോക്കി ചെയ്യാതിരിക്കുക. ആ ഒരു സ്റ്റൈല് കോപ്പി ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ഹ്യൂജ് ബാഗ് ഹോൾ ഫ്രം മീഷോ ആ പറയുന്നതിന് ഞാൻ ഒരു ഒരു എന്താ പറയുക, എൻ്റെതായ ഒരു യുണീക്ക് രീതിയിലാണ് ഞാൻ പറയുന്നത്. ഈ സെയിം കോണ്ടന്റ് ചെയ്തിട്ടുള്ള വേറൊരു ക്രിയേറ്ററിന്റെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിരിക്കും രണ്ട് വീഡിയോ. ഞാനിതിൽ പറയുന്നതൊക്കെ എൻ്റെതായ ഒരു രീതിയിലാണ്. സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്ന ഒരു രീതി, അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, മീഷോ മിന്ത്ര കോണ്ടന്റ്സ് ഒക്കെ അല്ലേ ചെയ്യുന്നത്, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ, ഇതൊക്കെ എല്ലാവരുടെ ഫോണിലും ഉള്ളതല്ലേ എന്ന്. പക്ഷെ അതല്ല ഗൈസ് കാര്യം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് മീഷോ ക്രിയേറ്റേഴ്സ് ഉണ്ട്, മിന്ത്ര ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഇവരുടെയൊക്കെ വീഡിയോസ് ഉണ്ടല്ലോ, അത്യാവശ്യം ആലോചിച്ച് കഷ്ടപ്പെട്ട് എന്താ പറയാ, കുറെ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുക. പ്രത്യേകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ ഉണ്ടാവും, നമ്മൾ കാണിക്കുന്ന ഒരു രീതി ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഓർഡർ ഉണ്ടാവും നമ്മുടെ വീഡിയോ. എനിവേ പറഞ്ഞിട്ട് കാര്യമില്ല, പറയാൻ കാരണം ഇത്രേ ഉള്ളൂ. ഞാൻ ഇതൊന്നും ബോധർ ചെയ്യാറില്ല. പക്ഷെ എൻ്റെ ഫാമിലി, കസിൻസ് ഒക്കെ എനിക്ക് ആളുടെ വീഡിയോസ് ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് ഇത് നോക്കി, ഇത് നീ ചെയ്തതല്ലേ. പ്രോഡക്ട്സ് എന്തോ ആയിക്കോട്ടെ ഗൈസ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ പറയാ, മീഷോ മിന്ത്രയും നയിക്കൊന്നും എൻ്റെ കുടുംബവകയൊന്നും അല്ല. പക്ഷെ ചിലത് കാണുമ്പോൾ വെറുതെ ഇരിക്കണ എനിക്ക് വരെ തോന്നുന്നു, ഇത് എന്താ ഇത്, ഒരു അമ്മ പെറ്റ മക്കൾ പോലെ. പിന്നെ ജന്മനാ വാസനയാണെങ്കിലും നമുക്കൊന്നും പോയി പറഞ്ഞു മാറ്റാനൊന്നും പറ്റില്ല. ഈ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും ഇനി ആൾക്കും റിയാക്ട് ചെയ്യാൻ തോന്നുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാം അവിടെ വരുന്നത്, ആരെങ്കിലും ചെയ്ത് കാണണം, എന്നാൽ മാത്രമേ സ്വന്തമായിട്ട് ചെയ്യാനുള്ള സ്റ്റിമുലസ് വരുള്ളേ. നിങ്ങൾ തന്നെ പറ, ഞാൻ ഈ പറയുന്നത് സെൽഫിഷ്നെസ് ആണോ, എന്റെ കുശുമ്പാണോ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറ. ഞാനിത് ഓർക്കണ്ടെന്ന് വെച്ച് നമ്മളൊരു സൈഡിലേക്ക് ഇങ്ങനെ തള്ളി കളയുമ്പോൾ ഓർക്കാനായിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുതരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാമിലി മെമ്പേഴ്സ് ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നതിനൊരു അർത്ഥം ഇല്ലാണ്ടാവോ, ഞാനിനി അങ്ങനെ എന്താ പറയാ കോപ്പി അടിച്ച് ചെയ്യുന്നതാണെന്ന് അവർക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ എനിക്ക് നല്ലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. നിങ്ങളോടെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.